നമ്മുടെ മുഖ്യ എതിരാളിയായിട്ടുള്ള കോൺഗ്രസ് ഒരു യുവാവിനെ കഴിഞ്ഞ് 20 വർഷമായിട്ട് റീലോഞ്ച് ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെടുമ്പോൾ നിരവധി യുവാക്കളെയാണ് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ ഒരു 15-20 വർഷത്തിനുള്ളിൽ ലോഞ്ച് ചെയ്ത് ഒരു നേതാക്കളാക്കിയിട്ടുള്ളത്. ഇപ്പോൾ പ്രധാനമന്ത്രിജി വിദേശയാത്രകളൊക്കെ പോകാറുണ്ട്. അദ്ദേഹം ഒരു യാത്രയെ കഴിഞ്ഞ് തിരിച്ച് മടങ്ങി വരുമ്പോൾ പ്ലെയിനിൽ വെച്ച് തന്നെ ഒരു റിവ്യൂ മീറ്റിംഗ് എടുക്കും. അദ്ദേഹം റിവ്യൂ എടുക്കുമ്പോൾ മന്ത്രിയിൽ നിന്നല്ല റിവ്യൂ തുടങ്ങുന്നത്. അദ്ദേഹം റിവ്യൂ തുടങ്ങുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ ഏറ്റവും ജൂനിയറായിട്ടുള്ള വ്യക്തിയിൽ നിന്നാണ്. അതായത് മന്ത്രി പറയുന്ന കാര്യം കൊണ്ട് ഇദ്ദേഹം ഇൻഫ്ലുവൻസ് ആവാൻ പാടില്ല. ആ യുവാക്കളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ യുവാക്കൾക്ക് കൂടുതൽ കഴിയും, യുവ നേതൃത്വത്തിന് കൂടുതൽ കഴിയും. കാരണം അവർ സംസാരിക്കുന്ന ഭാഷ, അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ വീക്ഷണം, അവരുടെ സ്വപ്നങ്ങൾ അത് തൊട്ടറിയാൻ കുറച്ചും കൂടെ യുവ നേതൃത്വത്തിന് പറ്റും. ഛത്തീസ്ഗഡിൻ്റെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള എനിക്ക് വർഷങ്ങളായിട്ടുള്ള വ്യക്തിബന്ധം, അങ്ങനെയുള്ള പല ഛത്തീസ്ഗഡിൽ പോലും ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ ബസ്തറിലൊക്കെ നല്ല രീതിയിൽ ട്രാവൽ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യവും സാമൂഹിക സാഹചര്യവും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെയും ആയിരിക്കണം അദ്ദേഹം എന്നെ നിയോഗിച്ചത്. കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി വർഗീയവാദിയാണ് എന്നൊരു മുദ്ര കുത്താനുള്ള ഒരു ശ്രമം രാഷ്ട്രീയപരമായിട്ട് നടത്തുന്നുണ്ട്. അതൊരു പ്ലാൻഡ് ഒരു മോഡലാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 2009 ഡൽഹിയിൽ അന്നത്തെ ലോക്സഭാ ഇലക്ഷൻ അഡ്വാണിജിയുടെ നേതൃത്വത്തിൽ ഒരു വാർ റൂമൊക്കെ ഡൽഹിയിൽ സെറ്റപ്പ് ചെയ്തപ്പോൾ അന്ന് ഞാൻ അവിടെ ആ വാർ റൂമിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ബഡ്ഡിങ് ആണ്, വളരെ നേസൻ സ്റ്റേജിലാണ്. ഞങ്ങൾ ശ്രമിക്കും 2026 അധികാരത്തിൽ വരാൻ തന്നെ ശ്രമിക്കും, അതിനകത്ത് യാതൊരു സംശയവുമില്ല. നമസ്കാരം, വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രിയുടെ വികസിത ഭാരതം എന്ന കാഴ്ചപ്പാട് പ്രാവർത്തികമാകണമെങ്കിൽ യുവാക്കളുടെ പങ്കാളിത്തം അനിവാര്യമാണ്. ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും യുവത്വത്തിന് ഏറെ പ്രാധാന്യം നൽകിയാണ് BJP മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുടെ ടീമിൽ ശ്രദ്ധേയമായ ഒരു യുവമുഖമാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആന്റണി. ഇപ്പോൾ അനൂപ് ആന്റണിക്ക് ഒരു പ്രധാന റോളാണ് സംസ്ഥാന BJP രാഷ്ട്രീയത്തിൽ. താങ്കൾ ജനറൽ സെക്രട്ടറി എന്ന പോസ്റ്റിൽ വരുന്നു, കോർ കമ്മിറ്റിയിൽ ഇപ്പോൾ താങ്കൾ ഉണ്ട്. എന്താണ് പ്രധാനമായും താങ്കളുടെ മുന്നിലെ വെല്ലുവിളി? മൈക്കിൾ ജോർഡൻ്റെ ഒരു ഫേമസ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ടാലൻറ്റ് വിൻസ് ഗെയിംസ്, ടീം വർക്ക് വിൻസ് ചാമ്പ്യൻഷിപ്പ് എന്ന്. അതായത് ഒരു മത്സരം ടാലൻറ്റ് വഴി ജയിക്കാം, പക്ഷേ ഒരു ചാമ്പ്യൻഷിപ്പ് ജയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല ടീം വർക്ക് വേണം. മൈക്കിൾ ജോർഡൻ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. ഭാരതീയ ജനതാ പാർട്ടി ഈ ഒരു ടീം വർക്ക്, ആ ടീം സ്പിരിറ്റ് തിരിച്ചറിയുന്ന ഒരു പാർട്ടിയാണ്. ഭാരതത്തിൻ്റെ ആവറേജ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 29 ഭാരതമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വർക്ക് ഫോഴ്സ് ഉള്ള രാഷ്ട്രം. ചൈനയും ജപ്പാനും ഒക്കെ അവരുടെ ആവറേജ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 45 50 ഒക്കെയാണ്. എന്ന് പറയുമ്പോൾ ഇത്രയധികം യുവ ശക്തിയുള്ള ഒരു രാഷ്ട്രം മറ്റൊന്നില്ല. ഭാരതം വളരെയധികം ആസ്പിറേഷൻസ് ഉള്ള ഡ്രീമുകളുള്ള രാഷ്ട്രമാണ്. അതുപോലെ തന്നെയാണ് കേരളവും. ആ ആസ്പിറേഷൻസിനെ ഫുൾഫിൽ ചെയ്യാൻ ഏറ്റവും അധികം നിർണായകമാകുന്ന ശക്തി യുവാക്കളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നേതൃനിരയിൽ, അതിവിടെ മാത്രമല്ല ദേശീയ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 10-15 വർഷത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പാറ്റേൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യുവാക്കളായിട്ടുള്ള മുഖ്യമന്ത്രിമാർ, ഇപ്പോൾ ദേവേന്ദ്ര ഫഡ്നവിസോ യോഗി ആദിത്യനാഥോ പ്രമോദ് സാവന്തോ അല്ലെങ്കിൽ ഇപ്പോൾ പല മുഖ്യമന്ത്രിമാർ ഇരിക്കുന്നവരെല്ലാം 50 കടക്കുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ പലരും 45-ന് താഴെ തന്നെ മുഖ്യമന്ത്രി ആയവരാണ്. ഇപ്പോൾ നമ്മുടെ മുഖ്യ എതിരാളിയായിട്ടുള്ള കോൺഗ്രസ് ഒരു യുവാവിനെ കഴിഞ്ഞ് 20 വർഷമായിട്ട് റീലോഞ്ച് ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെടുമ്പോൾ നിരവധി യുവാക്കളെയാണ് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ ഒരു 15-20 വർഷത്തിനുള്ളിൽ ലോഞ്ച് ചെയ്ത് ഒരു നേതാക്കളാക്കിയിട്ടുള്ളത്. എനിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെയൊക്കെ ജീവിതം അടുത്തറിയാവുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ പ്രധാനമന്ത്രിജി വിദേശയാത്രകളൊക്കെ പോകാറുണ്ട്. എന്നോട് അദ്ദേഹത്തിൻ്റെ തന്നെ ഇപ്പോൾ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ജയശങ്കർജി പറഞ്ഞൊരു സംഭവമാണ്. അദ്ദേഹം ഒരു യാത്രയെ കഴിഞ്ഞ് തിരിച്ച് മടങ്ങി വരുമ്പോൾ പ്ലെയിനിൽ വെച്ച് തന്നെ ഒരു റിവ്യൂ മീറ്റിംഗ് എടുക്കും. ആ റിവ്യൂ മീറ്റിങ്ങിൽ അദ്ദേഹത്തിൻ്റെ ടീമിൽ പോയിട്ടുള്ള എല്ലാവരും ഉണ്ടാവും, ജൂനിയർ മുതൽ സീനിയർ വരെയുള്ള എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ജൂനിയർ മോസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ചെറുപ്പക്കാരനായിരിക്കും. അദ്ദേഹം റിവ്യൂ എടുക്കുമ്പോൾ മന്ത്രിയിൽ നിന്നല്ല റിവ്യൂ തുടങ്ങുന്നത്. അദ്ദേഹം റിവ്യൂ തുടങ്ങുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ ഏറ്റവും ജൂനിയറായിട്ടുള്ള വ്യക്തിയിൽ നിന്നാണ്. അതായത് മന്ത്രി പറയുന്ന കാര്യം കൊണ്ട് ഇദ്ദേഹം ഇൻഫ്ലുവൻസ് ആവാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ജൂനിയറായിട്ടുള്ള വ്യക്തിയുടെ ഒറിജിനൽ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഐഡിയ, ആ റിവ്യൂ, ഓണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ പുറത്തു വരണം. ഇത് ഇങ്ങനെയൊരു പ്രോസസ്സ് ഉള്ളൊരു പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ടീം വർക്കും യുവാക്കളുടെ പ്രാതിനിധ്യവും യുവാക്കൾക്ക് ലഭിക്കുന്ന സ്പേസും സ്വാഭാവികമായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയിൽ കേരളത്തിലും ഉണ്ടാവും. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അതിനപ്പുറത്തേക്ക് എന്ത് കോൺട്രിബ്യൂഷനാണ് ഈ മാറി വരുന്നൊരു കാലഘട്ടത്തിൽ നിങ്ങൾ യുവാക്കൾക്ക് നൽകാനാകുന്നത്? ഭാരതീയ ജനതാ പാർട്ടി 20% ഇന്ന് കേരളത്തിലുള്ളത്. 20% എന്ന് പറയുമ്പോൾ 5-ൽ ഒരാൾ, കേരളത്തിലെ 5-ൽ ഒരാൾ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് നൽകുന്ന വ്യക്തിയാണ്. കേരളത്തിലെ യുവാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു ആസ്പയറിംഗ് യൂത്താണ്. അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ വലിയ സ്വപ്നങ്ങളുണ്ട്, വലിയ ലക്ഷ്യങ്ങളുണ്ട്,
പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നടക്കുന്ന എന്ത് സംഭവങ്ങളും അവരുടെ വിരൽത്തുമ്പിലുണ്ട്. അതുകൊണ്ടാണ് അവർ കേരളത്തിന് അതിനുള്ള സാഹചര്യം ലഭിക്കാത്തപ്പോൾ, ആ തൊഴിലവസരങ്ങൾ ലഭിക്കാത്തപ്പോൾ കേരളം വിട്ടുപോകുന്നത്. ആ ഓപ്പർച്യൂണിറ്റി കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു വികസനത്തിൻ്റെ മോഡൽ ആ യുവാക്കളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ യുവാക്കൾക്ക് കൂടുതൽ കഴിയും, യുവ നേതൃത്വത്തിന് കൂടുതൽ കഴിയും. കാരണം അവരുടെ ഭാഷയുമായി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ യൂത്തിന് എളുപ്പമാണ്. കാരണം അവർ സംസാരിക്കുന്ന ഭാഷ, അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ വീക്ഷണം, അവരുടെ സ്വപ്നങ്ങൾ അത് തൊട്ടറിയാൻ കുറച്ചും കൂടെ യുവ നേതൃത്വത്തിന് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഇങ്ങനെ എന്നെപ്പോലുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയിലുള്ള മറ്റ് യുവ നേതാക്കന്മാർക്ക് അങ്ങനെ ഒരു വലിയൊരു ദൗത്യം, ഒരു ദൗത്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ആ ദൗത്യം നിറവേറ്റാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. സംസ്ഥാന രാഷ്ട്രീയം നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം, ആ വിഷയത്തെ താങ്കൾക്ക് ഇടപെടേണ്ടി വന്നത് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലായിരുന്നു. അത് ശ്രദ്ധേയമായ ഒരു ഇടപെടൽ നടത്താനായി ഒരു അവസരം താങ്കൾക്ക് ലഭിച്ചു. താങ്കളുടെ ഒരു ആദ്യത്തെ ഒരു ഇടപെടലാണ്. ആ ഒരു റിസൾട്ടിനെ താങ്കൾ എങ്ങനെയാണ് ആദ്യം നോക്കിക്കാണുന്നത്? ഞങ്ങളുടെ അടുത്ത് ഒരു ആവശ്യവുമായി ആരെങ്കിലും വന്നാൽ, അത് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും ഞങ്ങൾ ശ്രമിക്കും. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും കൂടെയുണ്ട് ഞങ്ങൾ എന്നൊരു മുദ്രാവാക്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയും ഏതൊരു മലയാളിയും ഏതൊരു ആവശ്യവുമായി ഞങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സഹായിക്കാൻ അവിടെ ഉണ്ടാവും. ഈ വിഷയത്തിലാണെങ്കിലും ഞങ്ങളുടെ അടുത്ത് സഹായവുമായിട്ട് വന്നതാണ്, ആവശ്യപ്പെട്ടുകൊണ്ട് വന്നതാണ്. അപ്പോൾ തന്നെ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി തീരുമാനമെടുത്തു, ഈ വിഷയത്തിൽ ഞങ്ങൾ ഇടപെട്ട് അവർക്ക് വേണ്ട സഹായം ഞങ്ങൾ ചെയ്തു കൊടുക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്നെ ഛത്തീസ്ഗഡ് വിട്ടത്. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു പരിചയവും ഇപ്പോൾ ഛത്തീസ്ഗഡിൻ്റെ ഉപമുഖ്യമന്ത്രിയുമായിട്ടുള്ള എനിക്ക് വർഷങ്ങളായിട്ടുള്ള വ്യക്തിബന്ധം, അങ്ങനെയുള്ള പല ഛത്തീസ്ഗഡിൽ പോലും ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ ബസ്തറിലൊക്കെ നല്ല രീതിയിൽ ട്രാവൽ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യവും സാമൂഹിക സാഹചര്യവും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെയും ആയിരിക്കണം അദ്ദേഹം എന്നെ നിയോഗിച്ചത്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അവസരമായി കാണാതെ ഞങ്ങളുടെ ഒരു ചുമതലയായിട്ടാണ് ഞങ്ങളതിനെ കണ്ടത്, ഞങ്ങളുടെ ഒരു ദൗത്യമായിട്ട്. ഞങ്ങളെക്കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഞങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു. അതിനകത്ത് പല രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ആ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ഇവിടുത്തെ പല മുന്നണികളും ശ്രമിച്ചു. ഇതിനെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്രെഡിറ്റ് വാറാക്കി മാറ്റാൻ പലരും ശ്രമിച്ചു. പക്ഷേ ഞങ്ങൾ അതിലേക്കൊന്നും കടന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ എങ്ങനെ സഹായിക്കാൻ സാധിക്കുമെന്ന് വളരെ കൃത്യമായ ഒരു ബോധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിനുവേണ്ടി രാജീവ് ചന്ദ്രശേഖർജിയുടെ ഇടപെടൽ, ഹോം മിനിസ്റ്ററുമായിട്ട് അദ്ദേഹം സംസാരിച്ചു, അദ്ദേഹം പോയി കണ്ടു, ഞാൻ മുഖ്യമന്ത്രിയെ പോയി കണ്ടു, ഡെപ്യൂട്ടി സിഎമ്മിനെ പോയി കണ്ടു. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സഹായം ഞങ്ങൾ ആവശ്യപ്പെട്ടു. പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നൊരു സഹായമില്ലാതെ ഇങ്ങനെ ഒരു കേസിൽ നിന്ന് അത്ര എളുപ്പത്തിൽ സഹായം ലഭിക്കില്ല. അപ്പോൾ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് പരമാവധി സഹായം തരുമെന്ന് സർക്കാരിനെ കൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പ് നേടാൻ ഞങ്ങൾക്ക് സാധിച്ചു. അങ്ങനെ പരമാവധി ഞങ്ങളെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഞങ്ങൾ ഇടപെട്ടത്. ഇപ്പോൾ ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞാൽ നക്സലിസത്തിൻ്റെ ഒരു ഹോട്ട് ബെഡാണ്, നക്സലൈറ്റുകളുടെ ഒരു മെയിൻ കേന്ദ്രമാണ്. ഇന്നും സെക്യൂരിറ്റി ഫോഴ്സസുകൾ കടന്നു ചെല്ലാത്ത ചെറിയ ചെറിയ മേഖലകൾ അവിടെയുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്തെ സെൻസിറ്റിവിറ്റി മനസ്സിലാക്കാതെ അവിടുത്തെ മാധ്യമങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നും അവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും എങ്ങനെ പ്രതികരിക്കുമെന്നും ഒന്നും ചിന്തിക്കാതെ അവിടെ പോയി ആ തമാശകളും ആ നാടകവും കളിച്ച ആ പ്രതിപക്ഷം, അവരുടെ അപലപനീയമായ ആ രാഷ്ട്രീയം ഇല്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ ഈ വിഷയം പരിഹരിക്കാമാവുമായിരുന്നു. കാരണം പ്രതിപക്ഷത്തിൻ്റെ ഇടപെടൽ ഉണ്ടായില്ലേ പറ്റൂ. മലയാളികളെ 2 കന്യാസ്ത്രീകളാണ് ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ പ്രതിപക്ഷം കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ട ഒരു സാഹചര്യം അല്ലല്ലോ. പ്രതിപക്ഷം കയ്യും കെട്ടി നോക്കി നിൽക്കണമെന്നല്ല പറഞ്ഞത്. പക്ഷേ അവിടെ ആ ജയിലിൻ്റെ മുമ്പിൽ കാണിച്ചത് നാടകമായിരുന്നു. ആ ഒരു ഇതിലേക്ക് അവർ കടക്കാൻ പാടില്ലായിരുന്നു. ഉത്തരവാദിത്തപരമായിട്ട് അവർ പ്രതിഷേധിക്കാമായിരുന്നല്ലോ. കേരളത്തിൽ അവർ പ്രതിഷേധിച്ചില്ലേ, പ്രകടനം നടത്തിയില്ലേ, അവിടെ പാർലമെൻറ്റിൽ അവർ ചെയ്തോട്ടെ. പക്ഷേ അവിടെ ഛത്തീസ്ഗഡിൻ്റെ സെൻസിറ്റിവിറ്റി മനസ്സിലായിക്കൊണ്ട് ദുർഗിലെ ജയിലിൻ്റെ ഫ്രണ്ടിൽ വന്ന് കാണിച്ച നാടകം അത് ഒഴിവാക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലുള്ള പല കാര്യങ്ങളും അവർ ചെയ്തു, അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. പക്ഷേ കുറച്ചും കൂടി ഉത്തരവാദിത്തപരമായിട്ട് പ്രതിപക്ഷത്തിന് ഈ കാര്യത്തിൽ ഇടപെടാമായിരുന്നു. പക്ഷേ ഇതിനകത്ത് രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ കാരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ മുകളിൽ കുറച്ച് നാളുകളായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ചില ഐഡൻറ്റിറ്റികളുണ്ട്, ചില പ്രൊപ്പഗണ്ടയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വർഗീയവാദി എന്ന് പറയുന്ന ഒരു ടേം കൊണ്ടുവന്ന് എന്ത് സംഭവിച്ചാലും ഭാരതീയ ജനതാ പാർട്ടി വർഗീയവാദിയാണ്, കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി വർഗീയവാദിയാണ് എന്നൊരു മുദ്ര കുത്താനുള്ളൊരു ശ്രമം രാഷ്ട്രീയപരമായിട്ട് നടത്തുന്നുണ്ട്. അതൊരു പ്ലാൻഡ് ഒരു മോഡലാണ്. അത് ഇവിടുത്തെ ഇടതുപക്ഷമായിക്കൊള്ളട്ടെ, കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ. അതേസമയത്ത് ഇപ്പം നിലമ്പൂരിലെ ഇലക്ഷൻ നമുക്ക് ഓർമ്മയുണ്ട്. നിലമ്പൂർ ഇലക്ഷനിൽ ഭാരതീയ ജനതാ പാർട്ടി രാഷ്ട്രീയപരമായിട്ട് സംസാരിച്ചത് വികസനം മാത്രമാണ്. ഭാരതീയ ജനതാ പാർട്ടി അവിടെ പോയിട്ട് ഒരു തരത്തിലുള്ള മറ്റൊരു വിഷയവും സംസാരിച്ചിട്ടില്ല. പക്ഷേ നിലമ്പൂരിൽ ഈ 2 മുന്നണികളും ഒരു 2-3 ദിവസം, ആദ്യത്തെ 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇവർ 2 പേരും പിന്നെ ജമാഅത്ത് ഇസ്ലാമിയും PDPയെ കുറിച്ച് മാത്രമല്ല സംസാരിച്ചത്. ഈ വിഷയത്തിലാണെങ്കിൽ പോലും, കന്യാസ്ത്രീയുടെ വിഷയത്തിലാണെങ്കിൽ പോലും അതിനെ ഒരു രാഷ്ട്രീയത്തിൻ്റെ പ്രസമിൽ, ഒരു വർഗീയതയുടെ പ്രസമിൽ കൊണ്ടുവന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുകളിൽ ഒരു മിഥ്യാധാരണ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ 2 മുന്നണികളും ശ്രമിക്കുമ്പോൾ അതിനെ ഏത് രാഷ്ട്രീയം ചെയ്തിട്ടാണെങ്കിലും ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും ഞങ്ങൾ അതിനെ എതിർക്കാനും അതിനെ പ്രതിരോധിക്കാനും ശ്രമിക്കും. അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഇവിടെ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ ഒരു വലിയൊരു ദാരുണമായ
ദാരുണമായ സംഭവം ഉണ്ടായി. ആ സംഭവത്തിൽ ഏറ്റവും അധികം പ്രതിഷേധിച്ച് രാജീവ് ചന്ദ്രശേഖർജി നേരിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിന് മുമ്പിൽ പോയി സമരം ചെയ്ത് ഒരു വലിയ സമരമായി അത് മാറിയപ്പോൾ അതിനെ ഉടനെ തന്നെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങളാണ് കൊണ്ടുവന്നത്. ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ SFIക്കാർ നുഴഞ്ഞു കയറുന്നു, അവിടെ പ്രശ്നമുണ്ടാക്കുന്നു. അങ്ങനെയുള്ള അതാ പറഞ്ഞത്, കേരളത്തിൻ്റെ വികസനം ഒരു അജണ്ടയായി ചർച്ച ചെയ്യപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരാണ് ഈ രണ്ടുപേരും. ഈ ഛത്തീസ്ഗഡിൽ പോകുന്ന ആ ഒരു ചുമതല ഏറ്റെടുത്ത സമയത്ത് സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടായിരുന്ന ഒരു ഇമ്പാക്റ്റ് വലിയ രീതിയിലൊക്കെ ട്രോളായി മാറുകയൊക്കെ ചെയ്തു. അത് അനൂപ് ആന്റണി ആയാലും അല്ലെങ്കിൽ ഷോൺ ജോർജ് ഒക്കെ ആയാൽ പോലും ഈ മീഡിയയുടെ ഇടയിൽ, അതായത് കോൺഗ്രസും മറ്റേ ഇടതുപക്ഷവും ഒക്കെ വരുമ്പോൾ അവരുടെ ഒപ്പം ഒരു തള്ളിക്കയറ്റം ഉണ്ടായി എന്ന രീതിയിലാണ് ട്രോളായി മാറിയത്. പൊതുപ്രവർത്തനമുള്ളവരാണ് ഞങ്ങളെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഒരു കൺസ്ട്രക്റ്റീവ് മൈൻഡ് സെറ്റോടു കൂടി മുമ്പോട്ട് പോകുന്നവരാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള ഞങ്ങൾ ഒരു നല്ല പ്രവർത്തനം ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ പുറകിൽ നിന്ന് വലിക്കാൻ പലരും ഉണ്ടാവും. അപ്പോൾ അതിനൊന്നും ഞങ്ങൾ ഒരു എന്താ പറയുന്നത്, ഒരു നകാരാത്മകമായ ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റോടു കൂടി ഞങ്ങളാരും കാണാറില്ല. കേരളത്തിലെ ജനങ്ങൾ എന്ത് ദൗത്യമാണോ തരുന്നത്, എന്ത് ചുമതലയാണോ തരുന്നത്, ഭംഗിയായിട്ട് എങ്ങനെ നിർവഹിക്കാൻ സാധിക്കുമെന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിലെ മാധ്യമം എന്ന് പറഞ്ഞ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡൊന്നും അല്ല. അതിനകത്ത് അതിൻ്റേതായിട്ടുള്ള പൊളിറ്റിക്കൽ ബയസസും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഇൻഫ്ലുവൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയും സ്വാഭാവികമായിട്ടും ഇത് പ്രതീക്ഷിക്കുന്നതാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ, ഇപ്പോൾ സോഷ്യൽ മീഡിയ അത് ആരെയൊക്കെ ടാർഗറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റിനെ പോലും ടാർഗറ്റ് ചെയ്യാറുണ്ട്, പലരെയും ടാർഗറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സ്പിരിറ്റിലെടുക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെയും അതൊന്നും കണ്ടിട്ടൊന്നും ഞങ്ങളുടെ വീര്യമോ അല്ലെങ്കിൽ ഞങ്ങളുടെ ആത്മവിശ്വാസമോ ഒന്നും ഒട്ടും കുറയാറില്ല. ഈ സോഷ്യൽ മീഡിയയുടെ പൊട്ടൻഷ്യൽ നല്ല രീതിയിൽ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 2009 ഡൽഹിയിൽ അന്നത്തെ ലോക്സഭാ ഇലക്ഷൻ ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയെക്കുറിച്ചുള്ള ഒരു ചർച്ച, ഇലക്ഷൻ ഉപയോഗിക്കാമെന്നുള്ള ചർച്ചയിൽ ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് 2009 ലോക്സഭാ ഇലക്ഷൻ. അന്ന് അഡ്വാണിജിയുടെ നേതൃത്വത്തിൽ ഒരു വാർ റൂമൊക്കെ ഡൽഹിയിൽ സെറ്റപ്പ് ചെയ്തപ്പോൾ അന്ന് ഞാൻ അവിടെ ആ വാർ റൂമിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയും സോഷ്യൽ മീഡിയയൊക്കെ ബഡ്ഡിങ് ആണ്, വളരെ നേസൻ സ്റ്റേജിലാണ്. അന്ന് IT എന്നൊക്കെ പറഞ്ഞ് അന്ന് ഡോസിൻ്റെ സോഫ്റ്റ്വെയറും വിൻഡോസൊക്കെ തുടങ്ങിയ കാലഘട്ടവും. അപ്പോൾ അന്ന് അതൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെ ടെക്നോളജി യൂസ് ചെയ്യാമെന്നൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയൊരു കാലഘട്ടമാണ്. പിന്നീടാണ് 2014 നരേന്ദ്രമോദിജി വന്നപ്പോൾ സോഷ്യൽ മീഡിയയെ കാര്യക്ഷമമായി ഇലക്ഷന് വേണ്ടിയിട്ടും പ്രചരണത്തിന് വേണ്ടിയിട്ടും ഒക്കെ ആദ്യമായിട്ട് യൂസ് ചെയ്ത് കാണിച്ചിട്ടുള്ളൊരു വ്യക്തി. കാരണം നരേന്ദ്രമോദിജിയും അദ്ദേഹം ദേശീയ തലത്തിലേക്ക് വരുമ്പോൾ അന്നും മീഡിയ ഇതേപോലെ തന്നെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡായിരുന്നു അദ്ദേഹത്തോടും കാണിച്ചിരുന്നത്. അതിനെയൊക്കെ അദ്ദേഹം ഓവർകം ചെയ്തത് സോഷ്യൽ മീഡിയയുടെ സ്ട്രെങ്ത് കൊണ്ടാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടി ആരെങ്കിലും നമ്മളെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കൗണ്ടർ ചെയ്യാൻ, അതിലും വലിയൊരു വര വരയ്ക്കാൻ ഞങ്ങൾക്ക് സാധിക്കണം. അതിൽ നേരത്തെ പറഞ്ഞ പോലെ നരേന്ദ്രമോദിജിയാണ് ഞങ്ങളുടെ റോൾ മോഡൽ. ഈ സോഷ്യൽ മീഡിയയ്ക്ക് അപ്പുറത്തേക്ക് മുഖ്യധാരാ മാധ്യമങ്ങൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? മാധ്യമങ്ങളിൽ തന്നെ ഒരു പൊളിറ്റിക്കൽ ബയാസ് ഉണ്ട്, അങ്ങനെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അത് ടാർഗറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഞങ്ങളുടെ പോളിസി വളരെ സിമ്പിളാണ്. യു ഗിവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട് ഫ്രം അസ്. അതാണ് ഞങ്ങളുടെ പോളിസി. മാധ്യമങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പൊളിറ്റിക്കൽ ബയസുകളൊക്കെ നിങ്ങളെ പല രീതിയിലും നിങ്ങൾക്ക് വാർത്തകളുടെ പെർസ്പെക്റ്റീവ് നിശ്ചയിക്കുന്നതിൽ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും. സ്വാഭാവികമാണ്, ഞങ്ങൾ എഗ്രി ചെയ്യുന്നു. പക്ഷേ അതിനെ മിസ്ഇൻഫോർമേഷനിൽ കൂടെ, വ്യാജ വാർത്തകൾ കൂടെ നിങ്ങൾ ആയുധമാക്കി മാറ്റി കഴിയുമ്പോൾ അതിനെ ഭാരതീയ ജനതാ പാർട്ടി എന്ത് വില കൊടുത്തും ചെറുക്കും. അതുമാത്രമാണ് ഞങ്ങൾ മാധ്യമങ്ങളെ നേരിൽ കാണുമ്പോഴും, മാധ്യമപ്രവർത്തകരെ നേരിൽ കാണുമ്പോഴും ഞങ്ങൾ അഭ്യർത്ഥിക്കാറുള്ളത്. ഇന്നലെ 2026 ഇനി വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. വലിയൊരു വിഷനും അല്ലെങ്കിൽ വലിയൊരു മിഷനൊക്കെ ആയിട്ടാണ് BJP മുന്നോട്ട് പോകുന്നതെന്ന് അറിയാം. ഈ ഒരു കുറച്ച് ചുരുങ്ങിയ കാലം കൊണ്ട് താങ്കൾ ഏറെക്കുറെയൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ച് മനസ്സിലാക്കിയതിൽ നിന്ന് ഇനി അങ്ങോട്ടുള്ള ഒരു 7-8 മാസം അനൂപ് ആന്റണിയുടെ ഒരു കാൽക്കുലേഷൻ എന്താണ്? ഞങ്ങളുടെ സംഘടനാ മെഷീനറി വളരെയധികം തയ്യാറായി. ഈ വരുന്ന 2026 തെരഞ്ഞെടുപ്പും അതിനു മുമ്പുള്ള ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പും അതിനെ നേരിടാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് ഇന്ന് ഞങ്ങളുടെ സംഘടനാ മെഷീനറി നിൽപ്പുണ്ട്. അമിത്ഷാജി നേരിട്ട് വന്നിട്ടാണ് ഞങ്ങളുടെ വാർഡ് തല പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് പല സ്ഥലങ്ങളിലും ഇന്ന് പ്രതിപക്ഷമായി നിൽക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകളായിക്കൊള്ളട്ടെ, ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളായിക്കൊള്ളട്ടെ, അവിടെ ഭാരതീയ ജനതാ പാർട്ടി വലിയ രീതിയിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടുത്തെ ഇപ്പം ഇടതുപക്ഷവും കോൺഗ്രസും വലിയ വലിയ വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണല്ലോ 5 വർഷം മുമ്പ് ഈ പറഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരണത്തിൽ വന്നിട്ടുള്ളത്. അതിനെ ചൂണ്ടിക്കാട്ടി ജനങ്ങളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി സജ്ജരാണ്, തയ്യാറാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ജനങ്ങൾ കാണുന്നുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ അജയ ശക്തിയായി മാറാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്. ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മുന്നേറ്റമാണ് ഞങ്ങളെ 2026 വിജയത്തിലേക്ക് നയിക്കുന്നത്. അമിത്ഷാജി വന്ന് പറഞ്ഞിട്ട് പോയത് എന്താണ്? വിജയത്തിൽ കുറഞ്ഞ ഒന്നും ഞങ്ങളുടെ ലക്ഷ്യമല്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേടുന്നൊരു പ്രസ്ഥാനം കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഈ 2026 വിജയം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അധികാരത്തിൽ വരികയാണോ? കേരളത്തിന് വേണ്ടി ഞങ്ങൾക്കൊരു റോഡ് മാപ്പുണ്ട്, ഒരു വിഷനുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾക്ക് അധികാരത്തിൽ വന്നേ മതിയാവും.
ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ഷൻ ജയിച്ച് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് ഒരു മത്സരമായിട്ട് മാത്രമല്ല ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഞങ്ങളുടെ ലക്ഷ്യം വികസിത കേരളം ഉണ്ടാക്കുക എന്നുള്ളതാണ്. വികസിത കേരളം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അധികാരത്തിൽ വരണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശ്രമിക്കും. 2026 അധികാരത്തിൽ വരാൻ തന്നെ ശ്രമിക്കും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ശ്രമിക്കും. അത് 2026 മാത്രമല്ല, 2021 ഒക്കെ BJP ശ്രമിച്ചതാണ്. അതൊരു അമിതമായൊരു ആത്മവിശ്വാസമാണോ? അത് കൃത്യമായി നിങ്ങൾക്കൊരു കണക്കുണ്ട്? അതായത് എത്ര സീറ്റുകൾ ഈ 2026 BJP പിടിക്കുമെന്ന് അങ്ങനെ ധൈര്യപൂർവ്വം പറയാൻ നിങ്ങൾക്ക് ആകുമോ? എത്ര സീറ്റ് പിടിക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ ക്യാമറയിൽ പറയേണ്ട കാര്യമൊന്നുമല്ല. ഞങ്ങളുടെ ഇന്റേണൽ അല്ല, ഒരു കണക്ക്, കൃത്യമായ ഒരു കണക്ക് പറയല്ലോ. മറുഭാഗത്ത് കോൺഗ്രസ് പറയുന്നു, CPM പറയുന്നു. എന്തുകൊണ്ട് BJP കോൺഗ്രസിന് എങ്ങനെ ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ സാധിക്കും കോൺഗ്രസ് ഇത്തവണ അധികാരത്തിൽ വരും? അല്ല, കോൺഗ്രസ് ആത്മവിശ്വാസം എല്ലാ പാർട്ടിക്കും പറയാമല്ലോ. BJPക്ക് പറയാനാകുമോ? അതിപ്പം ഇപ്പം ഇടതുപക്ഷത്തിന് എങ്ങനെ ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ സാധിക്കും അവർ തിരിച്ചു വരുമെന്ന്, അല്ലെങ്കിൽ കോൺഗ്രസിന് എങ്ങനെ ആത്മവിശ്വാസത്തോട് പറയാൻ സാധിക്കും അവർക്ക് 70-ന് മുകളിൽ സീറ്റ് കിട്ടുമെന്ന്? അതുകൊണ്ട് എന്താ പറയുന്നത്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അവരുടേതായ കാൽക്കുലേഷൻസ് ഉണ്ട്. ഒരു 70-ലപ്പുറം സീറ്റ് കിട്ടുമെന്ന് BJPക്ക് 70 കിട്ടിയാലേ നമുക്ക് അധികാരത്തിൽ വരാൻ സാധിക്കും. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അധികാരത്തിൽ വരാൻ കോൺഗ്രസ് ഒക്കെ 100 സീറ്റ് പറയുന്നു, CPM 100 സീറ്റ് ഒക്കെ പറയുന്നു. അങ്ങനെ ഒരു കണക്ക് പറയാൻ ഭാരതീയ ജനതാ പാർട്ടി എന്തായാലും കണക്കുകളിലേക്കോ നമ്പേഴ്സിലേക്കോ ഒന്നും കടക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനും ഒക്കെ പറഞ്ഞിട്ടുള്ളത് അധികാരത്തിൽ കുറഞ്ഞ ഒരു ലക്ഷ്യവും ഭാരതീയ ജനതാ പാർട്ടിക്കില്ല. കാരണം അത് അധികാരത്തിൽ കയറിയിരിക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല. കാരണം ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ MLA ഉണ്ടാകുന്നതിനും ഇവിടുത്തെ MP ജയിക്കുന്നതിനും മുമ്പുമൊക്കെ ഇവിടെ ഞങ്ങളുടെ പല നേതാക്കന്മാരും കേന്ദ്രത്തിൽ മന്ത്രിമാരായിട്ടുള്ളവരാണ്. അതുകൊണ്ട് അധികാരം ഞങ്ങൾ നേരത്തെ തന്നെ അറിഞ്ഞിട്ടുള്ളവരാണ്. അപ്പോൾ അധികാരത്തിൽ ഇരിക്കേണ്ട കൊതി കൊണ്ടൊന്നുമല്ല ഞങ്ങൾക്ക് അധികാരത്തിൽ വരേണ്ടത്. അധികാരത്തിൽ ഇരിക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ചില ലക്ഷ്യങ്ങളും ഞങ്ങൾക്ക് ചില വിഷനും കേരളത്തിന് വേണ്ടിയിട്ടുണ്ട്. അത് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ അധികാരത്തിൽ വരാതെ സാധ്യമല്ല എന്നുള്ളൊരു ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയും അവർ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ പറഞ്ഞതുപോലെ അധികാരത്തിൽ കുറഞ്ഞുള്ള മറ്റൊരു ലക്ഷ്യമൊന്നുമില്ല. ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തിയാൽ മാത്രമേ BJPക്ക് ഇവിടെ ഏതെങ്കിലും രീതിയിൽ ഒരു അടിസ്ഥാനം ഉണ്ടാക്കാൻ സാധ്യമാകുകയുള്ളൂ. അത് തന്നെയാണ് നമ്മുടെ ചരിത്രമൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ന്യൂനപക്ഷങ്ങളിലേക്ക് എത്തുമ്പോൾ പ്രധാനമായും ക്രൈസ്തവ വോട്ടുകൾ തന്നെയാണ് ലക്ഷ്യമിടുന്നത്. ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തുക എന്നൊരു വലിയൊരു ഉത്തരവാദിത്വം കൂടി അനൂപ് ആന്റണിയുടെ ഒപ്പമുണ്ട്. ആ ഒരു പ്രഥമ ഉത്തരവാദിത്വത്തെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഇന്നത്തെ രണ്ട് കാര്യങ്ങളുണ്ട്. ഈ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോഡ് പണിയുന്നതോ ഹൈവേ പണിയുന്നതോ മാത്രമല്ല വികസനം. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ 4 ലക്ഷം കോടി രൂപയുടെ കടമുണ്ട് കേരളത്തിന്. സംസ്ഥാന സർക്കാരിന് പുതിയ റവന്യൂ ഇല്ല. സംസ്ഥാന സർക്കാരിന് പുറത്തുനിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. സംസ്ഥാന സർക്കാരിന് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നിട്ട് ഇൻഡസ്ട്രിയെ വളർത്താൻ സാധിക്കുന്നില്ല. സംസ്ഥാന സർക്കാരിന് കടം വാങ്ങാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അത് കാരണം എന്തുകൊണ്ടാണ്? സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ പൈസയില്ല. ആ പൈസ ഇല്ലാത്തതുകൊണ്ട് മരുന്ന് വാങ്ങിക്കാൻ സാധിക്കുന്നില്ല. പൈസ ഇല്ലാത്തതുകൊണ്ട് നേരത്തെ പറഞ്ഞാൽ പെൻഷൻ മുടങ്ങുന്നു. പൈസ ഇല്ലാത്തത് കൊണ്ട് കുടിവെള്ളം എത്തുന്നില്ല. പൈസ ഇല്ലാത്തതുകൊണ്ട് റേഷൻ മുടങ്ങുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ വികസനമുണ്ടല്ലോ, ഇത് വികസനം സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ കൂടി അടങ്ങുന്നതാണ് ഈ വികസനം. അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തേത് നേരത്തെ പറഞ്ഞല്ലോ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് സബ്കാ സാത്ത് സബ്കാ വികാസ് ആണ്. എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വേണ്ടി എന്ന് രാജീവ് ചന്ദ്രശേഖർ അതിനെ മലയാളത്തിൽ വിളിക്കുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഈ പറഞ്ഞ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുന്ന മുദ്രാവാക്യം. അതിനകത്ത് എല്ലാവരുമുണ്ട്. ഹിന്ദുക്കളുണ്ട്, ക്രൈസ്തവരുണ്ട്, മുസ്ലിങ്ങളുണ്ട്, എല്ലാ വിഭാഗങ്ങളുണ്ട്, പട്ടികജാതിക്കാരുണ്ട്, പട്ടികവർഗ്ഗക്കാരുണ്ട്, എല്ലാവരുമുണ്ട്. ഇപ്പോൾ ഒരു പട്ടികജാതിയിലുള്ളൊരു വിദ്യാർത്ഥിയുടെ സ്കോളർഷിപ്പ് മുടങ്ങിയാൽ അതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വികസനത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. ആ ഒരു പട്ടികജാതിക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിയുടെ ഒരു സ്കോളർഷിപ്പ് മുടങ്ങിക്കഴിഞ്ഞാൽ അതും വികസനത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെയും ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രം പരിഹരിക്കാൻ BJPയുടെ ഒരു പ്രത്യേക ലീഡർഷിപ്പ് അങ്ങനെയൊന്നും ഞങ്ങളിതിനെ കാണുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ SC വിഭാഗത്തിൻ്റെ ഒരു വലിയ ഫണ്ട് തട്ടിപ്പ്, ആ ഫണ്ട് തട്ടിപ്പ് ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നപ്പോൾ അന്ന് എനിക്കും കൂടെ ഡൽഹിയിൽ പോയി ഞങ്ങളുടെ സീനിയർ ലീഡർഷിപ്പ് ശ്രീ കുമ്മനം രാജശേഖരൻ്റെ നേതൃത്വത്തിൽ SC കമ്മീഷനെ പോയി കണ്ടു. ആ മീറ്റിങ്ങിൽ ഞാനും പങ്കെടുക്കേണ്ടതാണ്. ഞാൻ ഒരു ക്രൈസ്തവനായതുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ട് ആ മീറ്റിങ്ങിൽ ഞാൻ പോകണ്ട എന്ന് പറയേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ ആ പോയതെല്ലാം SC വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമാണ് എന്ന് നമുക്ക് അതിൽ ഒരു ബ്രാക്കറ്റിലേക്ക് ചുരുക്കാൻ സാധിക്കുമോ? ഞാൻ ഛത്തീസ്ഗഡിലായാലും ഞാനും പോയേനെ, കാരണം ആ മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്തൊരു വ്യക്തി ഞാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഏത് വിഭാഗത്തിൻ്റെ പ്രശ്നം വന്നാലും ആ പ്രശ്നത്തിന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ജാതി മത ഭേദമന്യേ BJPയുടെ എല്ലാ ലീഡർഷിപ്പും മുമ്പോട്ടുണ്ടാവും. അതുകൊണ്ട് ഒരു സമുദായത്തെ മാത്രം ഒപ്പം പിടിക്കുക എന്നുള്ളൊരു രാഷ്ട്രീയം BJP കാണുന്നില്ല. ക്രൈസ്തവർ BJPയുമായി അടുക്കുന്നു എന്നതിൻ്റെ വലിയൊരു സൂചന കൂടിയായിരുന്നു. അതിൻ്റെ ഒരു തുടക്കമായി നമുക്ക് തൃശ്ശൂരിലെ റിസൾട്ടിനെ നമുക്ക് കാണാം. പക്ഷെ അങ്ങനെ BJPയെ ക്രൈസ്തവർ സ്നേഹിച്ചു തുടങ്ങി അല്ലെങ്കിൽ ഒപ്പം ചേർത്ത് നിർത്താൻ തുടങ്ങി വന്ന ഒരു അവസരത്തിലായിരുന്നു അപ്രതീക്ഷിതമായി ഛത്തീസ്ഗഡിലുണ്ടായ ഒരു സംഭവം. പക്ഷെ അത് ഛത്തീസ്ഗഡിനെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തത് സംസ്ഥാനത്തെ BJP, കേരളത്തിലെ BJP ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ നഷ്ടപ്പെട്ടു പോയ ഒരു ഇമേജ് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ അവരുടെ ആ ഒരു താല്പര്യം അത് വീണ്ടും തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത്
ഒരു ശ്രമകരമായ ദൗത്യമായി അനൂപ് ആന്റണി പോലുള്ള നേതാക്കന്മാർക്കുണ്ടോ? ഭാരതീയ ജനതാ പാർട്ടി വളരുന്നു എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ്. ഭാരതീയ ജനതാ പാർട്ടി കുതിക്കുന്നു എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ്. നേരത്തെ പറഞ്ഞ പോലെ 2024 തെരഞ്ഞെടുപ്പിൻ്റെ ഫലമടക്കമുള്ള പല കാര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെയും ഭാരതീയ ജനതാ പാർട്ടി പിടിച്ച് താഴേക്ക് വലിക്കാൻ വേണ്ടി പല ശക്തികളും ഈ പറഞ്ഞ പോലെ പല രാഷ്ട്രീയമായിട്ട് മുമ്പോട്ട് വരും. ആ രാഷ്ട്രീയത്തെ ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് തന്നെ ചേർക്കും. ഛത്തീസ്ഗഡ് അടങ്ങുന്ന വിഷയത്തിൽ പോലും എൻ്റെ ഒരു ഉത്തമ ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടി എടുത്തിട്ടുള്ള എഫേർട്ട്, വളരെ ഓണസ്റ്റായിട്ട് എടുത്തിട്ടുള്ള എഫേർട്ട് കൃത്യമായിട്ട് അത് ക്രൈസ്തവ സമൂഹത്തിന് മാത്രമല്ല എല്ലാവർക്കും കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം ഞങ്ങൾ പറഞ്ഞത് വളരെ കൃത്യമായിരുന്നു. ഇതൊരു സമുദായത്തിൻ്റെ പ്രശ്നമായിട്ടോ ഒരു വിഭാഗത്തിൻ്റെ പ്രശ്നമായിട്ടോ അല്ല ഞങ്ങൾ കണ്ടത്. ഒരു മലയാളികൾക്ക് നേരിട്ടുള്ള പ്രശ്നം, ആ മലയാളികളുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ പോയത്. അങ്ങനെ ആരുടെയെങ്കിലും മനസ്സിൽ എന്തെങ്കിലും സംശയം ഞങ്ങളോട് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ ദൂരീകരിക്കാനുള്ള ശ്രമം കൂടി ഞങ്ങൾ നടത്തും. അതാണ് ആ ദൂരീകരിക്കാനുള്ള ശ്രമമാണ്. കാരണം അങ്ങനെ ഒരു ഇതിനെ ജനറലൈസ് ചെയ്ത് അങ്ങനെ പറഞ്ഞു പോകാനും പറ്റില്ല. കാരണം മതമേലധ്യക്ഷന്മാരാണ്, വിവിധ ക്രൈസ്തവ സഭകളുടെ മതമേലധ്യക്ഷന്മാരാണ് ഒരുമിച്ച് ഇവിടെ രാജ്ഭവനിൽ പ്രതിഷേധം നടത്തിയതൊക്കെ നമ്മൾ കണ്ടു. ഈ മതമേലധ്യക്ഷന്മാർ പരസ്യ പ്രസ്താവന ബി ജെ പിക്ക് ഒരു ഘട്ടത്തിൽ ചേർത്ത് നിർത്തിയവരാണ്. പൊടുന്നനെയാണ് അവരുടെ ഒരു മനോഭാവമൊക്കെ മാറിയത്. അങ്ങനെ മതമേലധ്യക്ഷന്മാർ പരസ്യ പ്രസ്താവന ബി ജെ പിക്കെതിരെ നടത്തുമ്പോൾ ബി ജെ പിക്ക് അങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പറ്റുമോ? സ്വാഭാവികമായും അവരെ പോയി കണ്ടു, അവരുടെ ഒരു തിരുത്തലുകൾ അല്ലെങ്കിൽ എന്താണ് ബി ജെ പി അവിടെ ചെയ്തതെന്ന് നേരിട്ട് അവരെ ബോധ്യപ്പെടുത്തുക, അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടി ഉണ്ടാകേണ്ടതല്ലേ? ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു മെക്കാനിസം ഉണ്ട്. ഞങ്ങൾ ആ മെക്കാനിസത്തിൽ കൂടെയൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെയും കമ്മ്യൂണിക്കേഷൻ, ആ ഡയലോഗും കമ്മ്യൂണിക്കേഷനും നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വ്യക്തികളാണ്. സ്വാഭാവികമായിട്ടും ആ ഡയലോഗും കമ്മ്യൂണിക്കേഷനും മുമ്പോട്ട് കൊണ്ടുപോകും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വലിയ രീതിയിൽ ഒരു വലിയ വിഭാഗത്തിന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അതെല്ലാം ക്രൈസ്തവർ മാത്രമല്ല എല്ലാ കമ്മ്യൂണിറ്റിയുള്ള വ്യക്തികൾക്കും കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. ആ വിഷയത്തിൽ എങ്ങനെയാണ് ബി ജെ പി ഇടപെട്ടതെന്നും ബി ജെ പി മാത്രമാണ് സത്യസന്ധമായി അതിനകത്ത് ഇടപെട്ടിട്ടുള്ളതെന്നും കേരളത്തിലെ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള എല്ലാ സമൂഹത്തിനും കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്നിട്ട് കൂടിയും ആരുടെയെങ്കിലും മനസ്സിൽ സംശയങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഭാരതീയ ജനതാ പാർട്ടി അതിനെ ക്ലാരിഫൈ ചെയ്യാനും ദൂരീകരിക്കാനുള്ള ശ്രമം നടത്തും. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നടന്നു വരികയുമാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി അത് ചെയ്തു വരികയാണ്, തുടർന്നും ചെയ്യും, അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഈ മധ്യ തിരുവിതാംകൂറിൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ ക്രൈസ്തവ വോട്ടുകളൊക്കെ ഉള്ളത്. അവിടെ കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഒരു കണക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു 5 വർഷത്തെ ഒരു കണക്ക് നോക്കിയാൽ എന്താണ് അനൂപ് ആന്റണിക്ക് മനസ്സിലാകുന്നത്? ഈ കഴിഞ്ഞൊരു കുറച്ച് വർഷങ്ങളായിട്ട് വലിയ രീതിയിൽ ബി ജെ പിയുടെ അക്സെപ്റ്റൻസ് വളർന്നൊരു വലിയ മേഖല സെൻട്രൽ ട്രാവൻകൂറാണ്. അത് ഈ ഒരു വരാൻ പോകുന്ന കാലഘട്ടത്തിൽ അത് കൂടുതൽ വർദ്ധിക്കാനാണ് സാധ്യത എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. 2026 അനൂപ് ആന്റണി പത്തനംതിട്ടയിൽ ഒരു സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിൽ അതിനകത്ത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനവുമായി ഒക്കെ എത്രത്തോളം മുന്നോട്ട് പോവുകയാണ്? എൻ്റെ കാര്യം മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാർട്ടിയുടെ പല നേതാക്കന്മാരും ഇത്തവണ ജയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് തയ്യാറെടുപ്പെടുത്തുകൊണ്ടിരിക്കുന്നത്. പാർട്ടി നിരവധി MLA-മാരെ സൃഷ്ടിക്കാനാണ് ഇത്തവണ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത്തവണ പല മേയർമാർ നമുക്ക് വേണം, പല പഞ്ചായത്ത് പ്രസിഡന്റുമാർ വേണം. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പാർട്ടി മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ദിവസങ്ങളാണ്. ഞങ്ങൾ കഠിനമായി അധ്വാനിക്കാൻ ഒട്ടും മടിയില്ലാത്തൊരു പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു ദേശീയ മാധ്യമത്തിൽ എന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ ക്രിട്ടിക്കായിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് പറഞ്ഞൊരു കാര്യം നോക്കുകയാണ്. എന്തുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടി എന്നും ജയിച്ചു വരുന്നത്? അതിന് പിന്നിൽ കഠിനാധ്വാനമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഈ രാഷ്ട്രീയ പ്രവർത്തനം, പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ 365 days 24/7 ഒരു പ്രവർത്തനമാണ്. ഇപ്പോൾ കോൺഗ്രസ്സിലൊക്കെ ഉള്ളതുപോലെ അവരുടെ യുവരാജാവിൻ്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മൂടുള്ളപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരും, അദ്ദേഹത്തിന് മൂടുള്ളപ്പോൾ പൊതുപ്രവർത്തനത്തിൽ വരും. അങ്ങനെ രാഷ്ട്രീയത്തെയും പൊതുപ്രവർത്തനം കാണുന്ന വ്യക്തികളല്ല ഭാരതീയ ജനതാ പാർട്ടിയിൽ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 24 മണിക്കൂറും കഠിനാധ്വാനം ചെയ്യുന്നൊരു പാർട്ടിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരോടൊപ്പം നിന്നുകൊണ്ട്, നേരത്തെ പറഞ്ഞ കൂടെയുണ്ട് ഞങ്ങൾ എന്ന് പറയുന്ന സന്ദേശം മുറുകെ പിടിച്ചുകൊണ്ട് അവരിലേക്ക് ഇറങ്ങിച്ചെല്ലും. അതുകൊണ്ട് തന്നെയും നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ എൻ്റെ കാര്യം എനിക്കറിയില്ല, പക്ഷേ എന്നിരുന്നാൽ കൂടിയും കേരളത്തിൽ നിരവധി MLA-മാർ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു 2024 തെരഞ്ഞെടുപ്പ്. എന്തായാലും ഇത്രയും സമയം വാക്കുമായി സഹകരിച്ചതിന് നന്ദി. താങ്ക് യു.